Celebrate the moments of colors. KMT Silks, പെരിന്തൽമണ്ണ, കോട്ടയ്ക്കൽ. തുവൂർ കോട്ടക്കുന്നിൽ കള്ളുഷാപ്പ് തുറക്കാനുള്ള നീക്കത്തിനെതിരെ ജനകീയ സമിതി നടത്തുന്ന പ്രതിഷേധം 36 നാൾ പിന്നിട്ടു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് പന്തൽ കെട്ടിയുള്ള സമരം നടക്കുന്നത്. ശനിയാഴ്ച തുവൂർ ഏരിയ വെൽഫെയർ അസോസിയേഷൻ റിയാദിന്റെ നേതൃത്വത്തിൽ പ്രവാസികളാണ് സമരത്തിൽ പങ്കെടുത്തത്. സമരം സിന്ദാബാദ്, പ്രതിഷേധ സമരം സിന്ദാബാദ്, നാട്ടുകാരുടെ കൂട്ടായ്മയിൽ നേടിയെടുക്കും വിജയം കാണും, കള്ളുഷാപ്പ് തുറക്കലിനെതിരെ കുടുംബസമേതം പ്രതികരിക്കും. തുവൂർ ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിൽ ഉൾപ്പെട്ട കോട്ടക്കുന്നിലെ ജനവാസ മേഖലയിലാണ് കള്ളുഷാപ്പ് തുറക്കാനുള്ള നീക്കം നടക്കുന്നത്. ഇതിനെതിരെ ആക്ഷൻ കൗൺസിൽ രൂപവൽക്കരിച്ച് പന്തൽ കെട്ടിയുള്ള സമരം 36 നാൾ പിന്നിട്ടു. ജനകീയ കൂട്ടായ്മയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളുമാണ് ഓരോ ദിവസത്തെയും സമരങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നത്. ശനിയാഴ്ച തുവൂർ ഏരിയ വെൽഫെയർ അസോസിയേഷൻ റിയാദിന്റെ നേതൃത്വത്തിൽ പ്രവാസികളാണ് സമരത്തിൽ പങ്കെടുത്തത്. കൂട്ടായ ചെറുത്തുനിൽപ്പിലൂടെ കള്ളുഷാപ്പിനെ ഇവിടെ നിന്ന് തുരത്തുമെന്നും അതിനായി എല്ലാ സഹകരണവും സമരസമിതിക്ക് ഉണ്ടാകുമെന്നും തവ ഭാരവാഹികൾ പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന് വളരെയധികം ബുദ്ധിമുട്ടുള്ള സാമൂഹ്യപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണ് ഒരു കള്ളുഷാപ്പ് എന്ന് പറയുന്നത്. അത് അവിടുത്തെ ജനങ്ങളെയും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ യുവജനങ്ങളെയും വിദ്യാർത്ഥികളെ അടക്കം വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു വിഷയം തന്നെയാണ് കള്ളുഷാപ്പ് അല്ലെങ്കിൽ മദ്യം എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു സാമൂഹ്യ മുന്നേറ്റം അത്യാവശ്യം തന്നെയാണ്. അതിന് ഇവിടുത്തെ പാർട്ടി ഭേദമന്യേ അല്ലെങ്കിൽ മതജാതി ഭേദമന്യേ എല്ലാ സംഘടനകളും കൂടിച്ചേർന്ന് നടത്തപ്പെടുന്ന ഈ സമരത്തിൽ റിയാദ് കേന്ദ്രീകരിച്ചിട്ടുള്ള തവ വളരെ ശക്തമായി തന്നെ പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് 36ാമത്തെ ദിവസം ഇത് വളരെ നല്ല രീതിയിൽ, വളരെ വമ്പിച്ച രീതിയിൽ തന്നെ ഇവിടുത്തെ പ്രവാസികളടക്കമുള്ള ആളുകൾ ഇത് വിജയിപ്പിച്ചു. ടി യൂനസ് അലി, അനീസ് മാടശ്ശേരി, കെ പി ഷാഹിദ്, അൻവർ ഇല്ലിക്കൽ, അലി തൊണ്ടിയിൽ, അസ്ലം തുവൂർ, ഷാജി ഫൈസൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ തുവൂർ.